ഹായ് അസ്സലാമു അലൈക്കും. കിസൽ ക്യൂസീനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറേ ആയല്ലേ വീഡിയോ ഒന്നും ഇടാത്ത. അപ്പോൾ കുറേ ആൾ ചോദിച്ചിന് എന്താ വീഡിയോ ഇടാത്ത എന്നെല്ലാം. അപ്പോൾ ഞാനിത് കുറച്ച് ഓർഡർ ഉണ്ടായിന്. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് അങ്ങനെ ഡെയിലി അങ്ങനത്തെ ഓർഡറൊന്നും എടുക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ കാരണം എല്ലാം പറയാം. അപ്പോൾ ഇത് ഒരു ഓർഡർ ഉണ്ടായിന്. ഇപ്പോൾ കഴിഞ്ഞ മാസം അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ മാസം അങ്ങനെ ഓർഡർ എടുത്തിട്ടാണ് കുറേ മംഗലം കുടിയാവൽ അങ്ങനെ എന്തെല്ലോ പരിപാടിയായിട്ട് ഞാൻ എൻ്റെ പുരയിൽ തന്നെ ഉണ്ടായിന്. പെരുന്ന കഴിഞ്ഞ മുതൽ പുരയിൽ തന്നെ ഉണ്ടത് അധികം, എൻ്റെ ഫ്ലാറ്റിലെല്ലാം ഉണ്ടത്. ഇപ്പം പിന്നെ കുറച്ച് ദിവസം മുന്നേ ഇപ്പോൾ ഈ ഒരു ഇതിന് വേണ്ടിയിട്ട് കുറച്ച് മുന്നേ വന്നത്, പിന്നെ കുറച്ച് പരിപാടി ഉണ്ടായിട്ട് പിന്നെ കുറച്ച് ഓർഡർ ഉണ്ടായി അങ്ങനെയെല്ലാം ആയിട്ട് പിന്നെ അതതിൻ്റെ എല്ലാ പണിയിലുണ്ടത്. എല്ലാം ഫ്രോസൺ ആക്കിയിട്ട് വെക്കുന്നതും പിന്നെ ഉന്നക്കായി, റോള്, സമൂസ, കട്ട്ലറ്റ്, ഇറച്ചിയുടെ മുട്ടമാല, വേറെ എന്താന്ന് പറഞ്ഞെങ്കിൽ വേറെ എന്തിപ്പാ ബാട്ട് പത്തൽ, പിന്നെ കല്ലുമക്കായിൻ്റെ ഇത് എല്ലാം ഉണ്ടായി. കുറേ ഓർഡർ ഉണ്ടായിന്. അങ്ങനെ 2-3 ദിവസത്തെ കുറേ ഓർഡർ ഉണ്ടായിന്. പിന്നെ അതിൻ്റെ അടുക്കുന്ന കുറച്ച് വേറെ ഞാനൊരു കോമ്പറ്റീഷന് ഉണ്ടായിന്, കുക്കിംഗ് കോമ്പറ്റീഷൻ, പുഡിങ്ങിൻ്റെ കോമ്പറ്റീഷന്. അങ്ങനെ അതിൻ്റെ എല്ലാം കുറച്ച് പണി ഉണ്ടായിന്. അങ്ങനെ എല്ലാം ആയിട്ട് അപ്പോൾ ഇതെല്ലാം ഓർഡർ എല്ലാം ആയാൾക്ക് ഇങ്ങനെ ഒരാൾ അത് കൊടുത്ത്. അപ്പോൾ അതിൻ്റെ തന്നെ തിരക്കായി 2-3 ദിവസം. അപ്പോൾ ഇത് തന്നെ അത്ര തന്നെ കുറച്ച് തന്നെ, ഈ മാസം അങ്ങനെ വലിയ ഓർഡറൊന്നും ഞാൻ അങ്ങനെ എടുക്കുന്നില്ല. ഇപ്പോൾ എടുക്കാനുള്ള അങ്ങനെ ഇതില്ല, സാഹചര്യമില്ല. പിന്നെ ഇതുണ്ടായിന്. പിന്നെ അതിൻ്റെ അടുക്കുന്ന പിന്നെ നമ്മൾ കുറച്ച് ഇപ്പോൾ ലീവായതുകൊണ്ട്, പിള്ളേർക്ക് ലീവായതുകൊണ്ടും അങ്ങനെ പിന്നെ എവിടെയെങ്കിലും പോകാനുണ്ടാന്ന്. അപ്പോൾ പിന്നെ കൽത്തപ്പത്തിൻ്റെ ഓർഡർ ഉണ്ടായിന്. അപ്പോൾ ഇത് ബ്രൗണി ഓർഡറല്ല, ഇതിപ്പോൾ ഞാൻ മുന്നേ ഉണ്ടായത്, എൻ്റെ മോൻ്റെ ബർത്ത്ഡേ ഉണ്ടായിന്. അപ്പോൾ ബർത്ത്ഡേ മെയ് 1 ഉണ്ടായി. പക്ഷേ ഞങ്ങൾ അപ്പോൾ അന്ന് മോന് എറണാകുളം പോയതുകൊണ്ട് അങ്ങനെ അതിന് ശേഷം ഞങ്ങൾ ഇവിടെ പോയിട്ടുണ്ടായിന്. ഇവിടെ എന്ന് പറഞ്ഞെങ്കിൽ കൽനാട് ഖത്തർ സിറ്റിയിൽ, ആടെ സ്വിമ്മിങ്ങിൻ്റെ ആടെ ഇങ്ങനെ ഫാമിലി ആയിട്ട് പോകുന്നത്. അപ്പോൾ ആടെ പോകുമ്പോൾ ഇപ്പോൾ ഇതാക്കിയിട്ട് ആടെ പോയതല്ല, ആടെ പോയിട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ഫുഡ് കഴിക്കാനെല്ലാം പോകുമ്പോൾ എനിക്ക് സർപ്രൈസ് ഗിഫ്റ്റ് കൊടുത്തത് കുറച്ച് ഷർട്ട്, പാൻറ്റ് അങ്ങനത്തെ എല്ലാം ആയിട്ട് ഇങ്ങനെ ബ്രൗണി എല്ലാം ആയിട്ട്. അല്ലാതെ പിന്നെ കേക്ക് മുറിക്കാൻ അങ്ങനത്തെ ആഘോഷമൊന്നുമില്ല. പിന്നെ ഇത് ഷോപ്പിലേക്ക് കൊടുക്കാനുണ്ട് കുറച്ച്. അപ്പോൾ ഞാനിപ്പോൾ കുറേ ആയി ഷോപ്പിൻ്റെ ഓർഡറൊന്നും എടുക്കാത്തത്. അപ്പോൾ ഇതൊന്ന് പെട്ടെന്ന് ഓർ പറഞ്ഞിട്ടാണ് അപ്പോൾ പിന്നെ കൊടുത്ത്. പിന്നെ കട്ട്ലറ്റ് അങ്ങനെയെല്ലാം ആയിട്ട് പിന്നെ ഞാൻ പിന്നെ സ്വിമ്മിങ്ങിൻ്റെ ആടെല്ലാം പോയിട്ട് രാത്രി വന്ന് പിറ്റേ ദിവസം ഉണ്ടായി ഓർഡർ ചെയ്ത്. പിറ്റേ ദിവസം ഇത് ഞാൻ ഉണ്ടാക്കുന്നത് രാത്രി. പിന്നെ എനിക്ക് പുഡിങ് കോമ്പറ്റീഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ടേ, അപ്പോൾ അത് തിങ്കളാഴ്ച ഉണ്ടായത്. അപ്പോൾ അതിനും വേണ്ടിയിട്ട് ഞാൻ ഇത് 5-ാം തീയതി എനിക്ക് ഇതുണ്ടായത്, 5അല്ല 6 തോന്നുന്നു. അപ്പോൾ ഇതിന് രാത്രി തന്നെ പുഡിങ് ആക്കിയിട്ട് വെച്ചത്. അപ്പോൾ പിറ്റേ ദിവസത്തേക്കും കുറച്ച് റോളെല്ലാം ആക്കിയിട്ട്, സമൂസ, റോള്, പിന്നെ അതിൻ്റെ എല്ലാം ഓർഡർ ഉണ്ടായിരുന്നു, കട്ട്ലറ്റിൻ്റെ എല്ലാം. അപ്പോൾ അതെല്ലാം റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അപ്പോൾ പുഡിങ്ങിന് പോകുമ്പോൾ പുഡിങ്ങിൻ്റെ ഇതെല്ലാം ആക്കിയിട്ട് പിറ്റേ ദിവസം കൊടുക്കാനുണ്ടായിന്, അതിൻ്റെ പിറ്റേ ദിവസം കൊടുക്കാനുണ്ടായിന്. അപ്പോൾ പിന്നെ ഇത് ഇറച്ചിയുടെ എൻ്റെ ഓർഡർ ഉണ്ടായിന്. അപ്പോൾ അതും അതിൻ്റെ എല്ലാം മസാല ആക്കിയിട്ട് വെക്കുന്നത്. അപ്പോൾ ഇറച്ചിയുടെ കുറച്ച് മസാല ആക്കാൻ കുറച്ച് ഡ്രൈ ആക്കിയിട്ട് വെക്കണ്ടേ, അങ്ങനെയെല്ലാം ആക്കിയിട്ട് വെച്ചാൽ. അപ്പോൾ പിന്നെ ഈ പുഡിങ് കോമ്പറ്റീഷന് പോകുന്നതിന് മുന്നേ പിന്നെ എൻ്റെ പുര കെട്ടുന്നുണ്ട്. അപ്പോൾ ഒരാൾ കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിന് ബാഡികൻ്റെ പുരകയിൽ താമസിക്കുന്നതാണ്, ബാഡികൻ്റെ ഫ്ലാറ്റിൽ താമസിക്കുന്നുണ്ട്. അപ്പോൾ ഇത് എനിക്ക് പുര കെട്ടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ബാർപ്പിൻ്റെ പണിയുണ്ട്. അപ്പോൾ അതിന് മുന്നത്തെ ദിവസം ഇതെല്ലാം അടെല്ലാം ഈ നമുക്ക് ഹുക്ക്, ഫാനിൻ്റെ ഹുക്കും പിന്നെ വേറെ എക്സ്ട്രാ എന്തെങ്കിലും ഇടാൻ അങ്ങനെയെല്ലാം പറയാനെല്ലാം പോയിട്ടുണ്ടായിന്. അതിന് ശേഷം ഇതാ വേറെയും ഓരോ ഓർഡർ ഉണ്ടായതെല്ലാം കൊടുക്കാൻ എല്ലാം പാക്ക് ആക്കുന്നുണ്ട്. അപ്പോൾ വൈകുന്നേരം കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയെല്ലാം അത് കഴിഞ്ഞിട്ടായിട്ട് പിന്നെ ഇപ്പോൾ ഇതിപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ ഇപ്പോൾ എനിക്ക് പുഡിങ് കോമ്പറ്റീഷന് പോകാനുണ്ട്. അപ്പോൾ ഇത് അതിൻ്റെ അടുക്കുന്ന ബാട്ടുവത്തലും വൈകുന്നേരം ആകുമ്പോൾ ബാട്ടുവത്തൽ പോകുന്നതിന് മുന്നേ ബാട്ടുവത്തലാക്കിയിട്ട് കൊടുത്ത്, പിന്നെ ഉന്നക്കായി, ഇത് ഇറച്ചിയുടെ എല്ലാം ആക്കിയിട്ടെല്ലാം അത് പോകുമ്പോൾ കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതിന് ശേഷം 6:30 മണിക്ക് ഈ പുഡിങ് കോമ്പറ്റീഷന് എത്താൻ പറഞ്ഞത്. അപ്പോൾ എത്തുമ്പോൾ മഗ്‌രിബെല്ലാം കഴിഞ്ഞിന്. അവർ 7:15 തുടങ്ങുന്നു എന്ന് പറഞ്ഞു. പക്ഷേ തുടങ്ങാനും കുറേ ലേറ്റായിന്, 8:30 മണിയാകുമ്പോൾ ആയിന്. അപ്പോൾ അവിടെ പുഡിങ് കോമ്പറ്റീഷന്, പിന്നെ കേക്ക് കോമ്പറ്റീഷന്, ബിരിയാണി കോമ്പറ്റീഷന്, അപ്പോൾ ഇത്രയും ഉണ്ടായിന്. വിദ്യാനഗർ സ്റ്റേഡിയത്തിൽ ഉണ്ടായത് നമുക്ക് പ്രോഗ്രാം. അപ്പോൾ പിന്നെ മാപ്പിളപ്പാട്ടും എന്തെല്ലാം ഉണ്ടായിന് പരിപാടിയെല്ലാം. കുറേ ആൾക്ക്, കുറേ ഡോക്ടർക്കെല്ലാം അവാർഡ് അങ്ങനെയെല്ലാം ഉണ്ടായി നമ്മൾ കാസർഗോഡ്.
അങ്ങനെ കുറച്ച് ആൾക്ക് ഇതുണ്ടായിന് പരിപാടിയെല്ലാം ആയി. പിന്നെ ഇത് ജഡ്ജസ് ആയിട്ട് പുഡിങ്ങിൻ്റെ കാസർഗോഡ് തന്നെ കുറച്ച് ആളുണ്ടായത്. പിന്നെ ബിരിയാണിൻ്റെത് തസ്നിം അസീസ്, പിന്നെ പണ്ട് ഏഷ്യാനെറ്റിൽ കുക്കറി ഷോ ഉണ്ടായിട്ട് അപ്പോൾ അതിലുണ്ടായ തസ്നിം അസീസും പിന്നെ തബസ്സും കിച്ചൻ്റെ തസ്രീത്ത ഉണ്ട്. അപ്പോൾ ഓരോ രണ്ടാളാണ് ബിരിയാണീൻ്റെത് ഇത് ടേസ്റ്റ് ജഡ്ജായിട്ട് വന്നത്. പിന്നെ കേക്കിൻ്റെത് നമ്മൾ കാസർഗോഡ് തന്നെ സെമിസ് കിച്ചനും പിന്നെ ഷാസി ഓറെല്ലാം ഉണ്ടായി, ഷിബ്ലാസ് കിച്ചൻ്റെ ഷംസി ഓറെല്ലാം കേക്കിൻ്റെ ഇതുണ്ടായത്. അങ്ങനെ കുറച്ച് പോയിട്ട് അവിടെ കോമ്പറ്റീഷനും അതെല്ലാം ആക്കിയിട്ട് കുറച്ച് മാപ്പിളപ്പാട്ടെല്ലാം കേട്ട്. അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ പരിപാടീൻ്റെ അടുത്ത് തന്നെ പാട്ടെല്ലാം ഉണ്ടായിന്. പാട്ടെല്ലാം അവിടെ നടക്കുന്നുണ്ട് സ്റ്റേജിൽ, നമ്മളെ കോമ്പറ്റീഷൻ ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ കാങ്ങളുടെ ഓള്, എൻ്റെ വലിയച്ച, അങ്ങനത്തെ ഓരെല്ലാം വന്നിന്, പുള്ളോ എല്ലാവരും വന്നിട്ടുണ്ടായിന്. നമുക്ക് ഫാമിലി എല്ലാം കൊണ്ടുവരാം, അങ്ങനെ എല്ലാം ഉണ്ടായിന്. അപ്പോൾ നല്ല രസം ഉണ്ടായിന്. പിന്നെ അപ്പോൾ രാത്രി കുറേ 12 മണിയെല്ലാം കഴിഞ്ഞിന് ഞാൻ അവിടെ കഴിഞ്ഞിട്ട് വരുമ്പോൾ. പിന്നെ നമുക്കിത് കഴിഞ്ഞിട്ട് അപ്പം തന്നെ വരാൻ കഴിയില്ല, റിസൾട്ട് എല്ലാം അറിയണ്ട, ഏതെങ്കിലും ഇതിൽ കിട്ടിപ്പോയെങ്കായല്ലോ. അങ്ങനെ റിസൾട്ടെല്ലാം നോക്കി ഒരു പ്രതീക്ഷ ഉണ്ടായിന്, ചെറിയൊരു പ്രതീക്ഷ ഉണ്ടായിന്, പക്ഷെ കിട്ടിയില്ല. ഞാനുണ്ടാക്കിയത് പംകിൻ ക്രീമി പുഡിങ്. അപ്പോൾ എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടിന്. പിന്നെ ഒരു ചെറിയൊരു ഇതുണ്ടായിന്, പിന്നെ എല്ലാവർക്കും കിട്ടില്ലല്ലോ. പിന്നെ ഒരു പങ്കെടുക്കുന്നവർ നമുക്കെല്ലാ ഫ്രണ്ട്സിനെ കാണാം, പുതിയ പുതിയ ഫ്രണ്ട്സ് എല്ലാം ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഹോം ബേക്കർ തന്നെ ആയിട്ടുണ്ട്. അപ്പോൾ അവരെല്ലാം പരിചയപ്പെടാമെന്നെല്ലാം വിചാരിച്ചിട്ടാണ് നമ്മൾ പോയത്. അങ്ങനെ കുറേ ആളെ പരിചയപ്പെട്ട്, പുതിയ ആളെ പരിചയപ്പെട്ടിട്ട് നമ്പറെല്ലാം കിട്ടി. ഉപ്പളയെന്നെല്ലാം ഉണ്ട്, അവിടെ നിന്നെല്ലാം വന്നിന്. മലപ്പുറത്തുനിന്ന് വരെ ആൾ വന്നിന് ബിരിയാണിക്ക്. മലപ്പുറം, മാഹി, പിന്നെ വേറെ തലശ്ശേരി, മാംഗ്ലൂർ, ഉപ്പള, മഞ്ചേശ്വരത്ത് നല്ല ആൾ കുറേ എല്ലാത്തിനും പുഡിങ്ങിനും ബിരിയാണിക്കും എല്ലാത്തിനും ആൾ വന്നിന്. അപ്പോൾ നല്ല രസമുണ്ടായിന് അവിടെ എല്ലാം. കുറേ നേരം എല്ലാവരും പരിചയപ്പെട്ടിട്ടും സംസാരിച്ചിട്ടും പിന്നെ എല്ലാത്തിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ടും എല്ലാം ആയിട്ടാകുമ്പോൾ രാത്രി 12 മണിയായിന് വരുമ്പോൾ. 12 മണി അതും അവിടെ അതൊന്നും തീർന്നിട്ടൊന്നും ഉണ്ടായിട്ടാണ്. നമ്മളെ റിസൾട്ടെല്ലാം അറിഞ്ഞ പിന്നെ നമ്മൾ വന്നു. അപ്പോൾ മാപ്പിളപ്പാട്ടെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിന്. പിന്നെ വേറെ കുറച്ച് പരിപാടിയെല്ലാം ഉണ്ടായിന്. പിന്നെ നമ്മൾ ലേറ്റാക്കുന്നതായിട്ട് വന്നത്. പിറ്റേ ദിവസം ഞങ്ങൾക്ക് ബാർപ്പിൻ്റെ പണി ചൊവ്വാഴ്ച ഉണ്ടായി, ബാർക്കുന്നുണ്ടായിന്. അപ്പോൾ അന്ന് ഓർഡറും ഉണ്ടായി ഞങ്ങൾക്ക്. അപ്പോൾ പിറ്റേന്ന് രാവിലെ എണിച്ചിട്ട് എല്ലാം പണി തുടങ്ങണം എല്ലാം ആയിട്ട് അങ്ങനെ പിന്നെ ഞമ്മ വന്നു. അങ്ങനെ പുഡിങ് കോമ്പറ്റീഷൻ കുറച്ച് അങ്ങനെ കുറേയൊന്നും എടുത്തിട്ടാണ്. പിന്നെ കോമ്പറ്റീഷൻ്റെ ആടെ തന്നെ നിൽക്കുമ്പോൾ നമുക്ക് അങ്ങനെ എല്ലായിടത്തും പോയിട്ട് എടുക്കാനൊന്നും കഴിയില്ല. പിന്നെ രാത്രി ആയതുകൊണ്ട് അങ്ങനെ വലിയ ക്ലിയറും അല്ല. അപ്പോൾ പിറ്റേ ദിവസം ഉണ്ടായത് കട്ട്ലറ്റും സമൂസ എല്ലാം ഓർഡർ ഉണ്ടായിന്. അപ്പോൾ അതെല്ലാം പാക്കിംഗ് എല്ലാം കഴിഞ്ഞിട്ട് അപ്പോൾ അതെല്ലാം വന്നിട്ട് തന്നെ എടുത്തത്, ഡെലിവറി ഉണ്ടായിട്ടാണ്. അപ്പോൾ പിന്നെ ഉച്ചയ്ക്ക് ശേഷം ഞാൻ ഇതെന്താക്കി അറിഞ്ഞെങ്കിൽ അവിടെ ബാർക്കുന്നിടത്ത് രാവിലെ തന്നെ പോയിട്ട് രാവിലെ തന്നെ പോയിട്ട് പിന്നെ ആവശ്യമില്ല. പിന്നെ മക്കളെല്ലാം പോയി, എൻ്റെ ഇച്ച വന്നിട്ടെല്ലാം അവിടെ നിന്നിട്ട് നോക്കിയിട്ട് ഇതാക്കി. അപ്പോൾ എല്ലാം ഉച്ചയ്ക്ക് ശേഷം പോയിട്ട് പാർത്തിട്ടെല്ലാം ആയിന്. കുറച്ചെല്ലാം ഇനിയിപ്പോൾ ബാക്കി കുറച്ചേ പണി ഉണ്ടായിട്ട് അപ്പോൾ ഇപ്പുറത്തെ പുരയിലത്തെ ടെറസിലെല്ലാം നോക്കിയിട്ട് പിന്നെ വന്നു അമ്മ. അങ്ങനെ അന്ന് പിന്നെ പിറ്റേ ദിവസം രാവിലെ നമ്മൾ 4:30 മണിക്ക് പിന്നെ ഒരു സ്ഥലത്തേക്ക് പോയിന്. അപ്പോൾ ഇതെല്ലാം കാരണം കൊണ്ടാണ് ഞാൻ ഈ ഓർഡർ എടുക്കാത്തതും വീഡിയോ ഇടാത്തതും. അപ്പോൾ ഞമ്മ ഇപ്പോൾ പോകുന്നേണ്ടത് കോഴിക്കോട്ടേക്കാണ്, കോഴിക്കോട് എയർപോർട്ടിലേക്ക്. അപ്പോൾ 9:30 മണിയാകുമ്പോൾ നമ്മൾ കോഴിക്കോടേക്ക് എത്തിന്. 4:30 മണിക്ക് ഇറങ്ങി. പിന്നെ അതിൻ്റെ അടുക്കുന്ന നിസ്കരിക്കാൻ ചെറുത്തൂരെല്ലാം ഇറങ്ങിയിട്ട് അങ്ങനെ പിന്നെ ഫുഡ് കഴിക്കാനൊന്നും ഇവിടെ നിന്നിട്ടൊന്നുമില്ല. അങ്ങനെ നമ്മൾ റോഡെല്ലാം കുറച്ച് നേരമുണ്ട്, മാഹിയെല്ലാം ആ സൈഡെല്ലാം റോഡ് നല്ല ഉണ്ടല്ലോ. അപ്പോൾ ആടെല്ലാം പോകുന്നതിന് പ്രശ്നമൊന്നുമില്ല. പിന്നെ കുറച്ച് സ്ഥലത്ത് പണിയെ തുടങ്ങിയിട്ടൊന്നുമില്ല, അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിന്. അല്ലാതെ ബുദ്ധിമുട്ടൊന്നും ആയിട്ട്. അപ്പോൾ ഞാൻ 9:30 മണിയാകുമ്പോൾ എയർപോർട്ടിലെത്തി. അപ്പോൾ എയർപോർട്ടിലെത്തുമ്പോൾ ഹസ്ബൻഡ് പുറത്തിറങ്ങിയിട്ടായിന് എല്ലാം കഴിഞ്ഞിട്ട്. അപ്പോൾ ഞമ്മത്തലും ഹസ്ബൻഡെത്തലും ഒന്നിച്ചിട്ടായിന്. അങ്ങനെ ഹസ്ബൻഡിനെയും കൂട്ടിയിട്ട് ഞങ്ങൾ അവിടെ തന്നെ കോഴിക്കോട് മിംസ് ഹോസ്പിറ്റലിൻ്റെ അടുത്ത് ഒരു റൂം ആക്കിയിട്ടുണ്ടായി. ഞാൻ കഴിഞ്ഞൂറ് പോകുമ്പോൾ മിംസ് ഹോസ്പിറ്റലിൻ്റെ അടുത്ത് റൂം ആക്കിയിട്ട് ഫ്രഷ് ആയിട്ട് കുറച്ച് നേരം തന്നെ ഉണ്ടായിന്, ഉച്ച വരെ. പിന്നെ ഫുഡെല്ലാം കഴിച്ചിട്ട് പോയത്. എന്നിട്ട് ഉച്ചയ്ക്ക് ശേഷം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ചില അസറസ്കെച്ച്. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ നേരെ വയനാട്ടേക്ക് പോയി. അപ്പോൾ പോകുന്നതിൻ്റെ എടുക്കുന്ന ചായ കുടിച്ച് ആ രാവിലെ ഫുഡ് കഴിച്ചതിന് ശേഷം എന്തോ തോന്നിയിട്ടൊന്നും ഉണ്ടായിട്ട് പിന്നെ വരുന്ന വഴിക്ക് ചായ എല്ലാം കുടിച്ച് പിന്നെ വയനാട്ടേക്ക് പോകുന്നുണ്ട്. താമരശ്ശേരി ചൂരത്തിൽ നമ്മൾ വയനാട്ടിൽ ഞങ്ങൾക്ക് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു, താമരശ്ശേരി ചൂരം ഒന്ന് കാണണമെന്ന്. കഴിഞ്ഞ പ്രാവശ്യം ഇടുക്കിയിലേ പോയാലേ അമ്മ ഈയിലെ കാസർഗോഡ് പോകുമ്പോൾ അങ്ങനെ പോകുന്നത്. അതിൽ പോകുമ്പോൾ നല്ല രസമുണ്ട്. ഇത്ര 9 എന്തോ ഹെയർ പിൻ ഉണ്ട് അവിടെ. അപ്പോൾ നമ്മൾ അതിൽ പോകുന്നുണ്ട്, നല്ല രസമുണ്ട്. അതിനിപ്പോൾ ഇടയിൽ അവിടെ നിൽക്കാനും അവിടെ കുറേ ഷോപ്പും പിന്നെ
എല്ലാം ഉണ്ട് അവിടെ കാണാനെല്ലാം നല്ല രസമുണ്ട്. ഇടയിലെല്ലാം അവിടെ നിന്നിട്ട് വ്യൂ നോക്കാനും ഫോട്ടോസ് എടുക്കാനും എല്ലാം കുറേ ആൾക്കാരുണ്ട്. അവിടെ നിന്നെല്ലാം വന്ന് തമിഴ്നാട് കർണാടക എല്ലാം വരുന്ന എല്ലാ ആൾക്കാരെല്ലാം കുറേ ഉണ്ട് അവിടെ. അപ്പോൾ നല്ല രസമുണ്ടായി. അപ്പോൾ ഇടയിലെല്ലാം ഞങ്ങൾ അവിടെ നിന്നിട്ട് പിന്നെ നന്നാറി സർബത്ത് പിന്നെ അങ്ങനത്തെ ജ്യൂസ് അങ്ങനത്തെ എല്ലാം കുടിച്ച് എല്ലായിട്ട് ഫോട്ടോസ് എല്ലാം എടുത്തിട്ട് രണ്ടാമതും നമുക്ക് പോകുന്നുണ്ട്. അപ്പോൾ കുറച്ച് സമയമായി. അപ്പോൾ അടുക്ക് കോഴിക്കോട് നിന്ന് 2.5 മണിക്കൂർ എന്തോ ഉണ്ട്. അപ്പോൾ മോന്തിയായി അടുക്ക് എത്തുമ്പോൾ. അപ്പോൾ കുറച്ച് ഇട്ടായി തുടങ്ങി ഇരട്ടി കുറച്ച് അധികം കാണുന്നത് എന്താ പറഞ്ഞെങ്കിൽ ഫുള്ള് മരം തന്നെ അല്ലേ, കുറച്ച് ഇട്ടായിട്ട് തന്നെ കാണുന്നുണ്ട്. അത്ര സമയം ആയിട്ട് 6 മണിയെല്ലാം കഴിഞ്ഞെന്ന് തോന്നുന്നു. അങ്ങനെ പിന്നെ നമ്മൾ മഗ്‌രിബെല്ലാം കഴിഞ്ഞ് പിന്നെ നമ്മൾ എത്തിയത് കൽപ്പറ്റയിലേക്ക് എത്തിയേനെ. കൽപ്പറ്റന്ന് നമ്മൾ പോകുന്ന സൈഡിൽ ഒരു പാർക്ക് പോലത്തെ ഒരു സ്ഥലം കണ്ടിട്ട് ആടെ കുറച്ച് നേരം നോക്കാൻ നിന്ന്. വയനാട് ഫ്ലോട്ടിംഗ് മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലം നല്ല രസമുണ്ട്. കുറേ ആളുണ്ട്, കുറേ ടൂറിസ്റ്റ് ബസ്സെല്ലാം ഉണ്ട് അവിടെ. കുറേ വന്നിട്ട് ഇങ്ങനെ പുറത്ത് നാട്ടിലേക്ക് തമിഴ്നാട് കർണാടക എല്ലാം കുറേ ആളെല്ലാം ഉണ്ട്. പിന്നെ എന്തെല്ലോ കളിക്കുന്ന കുട്ടികൾക്ക് കളിക്കുന്നതും അങ്ങനത്തെ എല്ലാം വലിയ ആൾക്ക് കയറാൻ പറ്റുന്നത് അങ്ങനത്തെ എല്ലാം എന്തെല്ലാം ഉണ്ട്. പിന്നെ കുറേ കഫേ അങ്ങനത്തെ എല്ലാം ഉണ്ട്. കണ്ട കുറേ ബസ് വന്നിട്ടുണ്ട്, ബസ് നിർത്തിച്ചിട്ടും എല്ലാം ഉണ്ട്. പിന്നെ ഞങ്ങൾ അത്ര ജസ്റ്റ് ഒന്ന് നോക്കിയിട്ടായിട്ട് നമ്മൾ ഇറങ്ങിയിട്ട് പിന്നെ ഫുഡ് രാവിലെ കഴിച്ചതെല്ലാം ഫുഡ് അങ്ങനെ ഹോളിഡേയിൽ നിന്ന് പോയിട്ട് ഫുഡെല്ലാം കഴിച്ച് അപ്പോൾ നമുക്ക് റൂം കിട്ടിയിട്ടുണ്ടായിട്ട്. റൂം അതിൻ്റെ അടുക്കുന്ന് ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട് ഇവിടെ വയനാടുണ്ട്, ദുബൈയിൽ അടുത്ത് കൗണ്ടറിൽ ഉണ്ട് ഒരാൾ. അപ്പോൾ ഓരോട് പറഞ്ഞിട്ടാകുമ്പോൾ ഇത് നമുക്ക് റിസോർട്ടാക്കി തന്നു. നല്ല രസമുണ്ട്. ഒരു റിസോർട്ട് കിട്ടി ഞങ്ങൾക്ക്. കഴിഞ്ഞ പ്രാവശ്യം അപ്പാർട്ട്മെൻറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു, റിസോർട്ട് എടുത്തിട്ടുണ്ടായിട്ട്. അപ്പോൾ ഇപ്രാവശ്യം റിസോർട്ട് എടുത്ത് നല്ല രസമുണ്ട് അതിനവിടെ. അപ്പോൾ ഞങ്ങൾ പോകുമ്പോൾ അങ്ങനെ വലിയ ഫാമിലി ഒന്നും ഉണ്ടായിട്ട് വേറൊരു 2-3 ഫാമിലി ഉണ്ടായിനത്. പിന്നെ അപ്പോൾ അന്ന് രാത്രി കുറച്ച് നേരം എത്തിയതിന് ശേഷം കുറച്ച് 10-12 മണിയോളം ഇതെല്ലാം കളിച്ച് ഗെയിം കളിച്ച് അവിടെയെല്ലാം കളിക്കാനെല്ലാം ഉണ്ട്. ക്യാരംസ്, ചെസ്സ് അങ്ങനത്തെ എല്ലാം ഉണ്ട്. പിന്നെ സ്വിമ്മിങ് പൂളിലെല്ലാം പോയി. പിറ്റേ ദിവസം രാവിലെ ഇത് അപ്പോൾ ഫുഡ് ബ്രേക്ക്ഫാസ്റ്റ് അവിടെ തന്നെ തരുന്നത്. ഇപ്പോൾ ഇത് അടുത്ത കിച്ചണ് അവിടെ തന്നെ ഓരോ ഉണ്ടാക്കിയിട്ട് തരുന്നത്. പിറ്റേ ദിവസം രാവിലെ നമ്മൾ കഴിച്ചറിഞ്ഞെങ്കിൽ പുട്ടും പരിപ്പ് കറിയും കഴിച്ചത്. എന്നിട്ട് അന്ന് ഫുള്ള് ഞങ്ങൾ 3 മണിയോളം അവിടെ തന്നെ സ്വിമ്മിങ് പൂളിലെല്ലാം കളിച്ച് പിന്നെ ഷട്ടിൽ കളിച്ച് അങ്ങനത്തെ എല്ലാം ആയിട്ട് അങ്ങനെ അവിടെ തന്നെ നിന്ന്. എന്നിട്ട് 3 മണിക്ക് ശേഷം ഞങ്ങൾ ഉച്ചക്കത്തെ ഫുഡൊന്നും കഴിച്ചിട്ടാകുമ്പോൾ ബാണാസുര ഡാം കഴിഞ്ഞ പ്രാവശ്യം പോകണമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ പോകാൻ കഴിഞ്ഞിട്ട് അപ്പോൾ അവിടെ ബാണാസുര ഡാമിലേക്ക് പോയി. അപ്പോൾ ഇവിടെയെല്ലാം ഈ വയനാട് പോയെങ്കിലുള്ള പ്രശ്നം എന്താ പറഞ്ഞെങ്കിൽ കുറേ നടക്കണം. ഈ കാറിൽ പോയിട്ട് തിന്നിട്ട് നോക്കുന്നതൊന്നുമല്ല, കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് കുറേ നടക്കണം, കുറേ സ്റ്റെപ്പ് കയറാനും. പക്ഷേ ആ മുകളിലേക്ക് എത്തിയിട്ടാകുമ്പോൾ നല്ല വ്യൂ, നല്ല രസമുണ്ട്. പക്ഷേ ആ ഡാമിൻ്റെ അടുത്തേക്ക് നമുക്ക് പോകാൻ തമ്പിക്കുന്നില്ല, അങ്ങോട്ടേക്ക് നമുക്ക് പ്രവേശനമില്ല. അതിന് ശേഷം പിന്നെ ഞങ്ങൾ മോന്തിക്ക് ബിരിയാണിയെല്ലാം കഴിച്ചിട്ടായിട്ട് 6 മണിയായി ബിരിയാണിയെല്ലാം കഴിക്കുന്നതായിട്ട്. പിന്നെ അടുത്ത നെസ്റ്റോയിൽ പോയി. അപ്പോൾ ജസ്റ്റ് ഒന്ന് അടുത്ത് അങ്ങനെ വലിയ പർച്ചേസ് ഒന്നും ആക്കിയിട്ട് പിന്നെ നമ്മളെ നാട്ടിലിപ്പോൾ എല്ലാം കിട്ടുന്നു, അങ്ങനെ കിട്ടാത്തൊന്നുമില്ലല്ലോ. അതുകൊണ്ട് പിന്നെ ജസ്റ്റ് ഒന്ന് നോക്കി എന്നല്ലാണ്ട് അങ്ങനെ കുറച്ച് പിള്ളേർക്ക് എന്തെല്ലാം വേണ്ടത് അങ്ങനെ മിങ്ങിയല്ലാണ്ട് അതിനെല്ലാം പോയിട്ട് പിന്നെ മുകളിൽ പിന്നെ നിസ്കരിക്കുന്ന അവിടെ പ്രെയർ റൂമിലെല്ലാം പോയി. അവിടുന്ന് പിന്നെ ബോബ ടീ ഉണ്ട് അതിന്. അപ്പോൾ ബോബ ടീ ഇപ്പോൾ ഭയങ്കര ഫേമസ് ആയിട്ടുണ്ടല്ലേ. അപ്പോൾ അങ്ങനെ ബോബ ടീയും എല്ലാം മേങ്ങിയിട്ട് കുടിച്ചിട്ട് പിന്നെ നമ്മൾ തിരിച്ചു വരുമ്പോൾ അവിടെ ഒരു കൽപ്പറ്റയിൽ തന്നെ ഷവർമ എന്നൊരു ഷോപ്പുണ്ട്. നല്ല രസമുണ്ട് അവിടുത്തെ ഷവർമ എന്ന് തന്നെ പേരും. അവിടെ എല്ലാം പോയിട്ട് രാത്രി അതെല്ലാം തോന്നിയിട്ട് നമ്മൾ പിറ്റേ ദിവസം രാവിലെ എണിക്കുമ്പോൾ ഭയങ്കര മഞ്ഞ് എന്ന് പറഞ്ഞെങ്കിൽ പുറമെ വേറെ എന്തും കാണുന്നേയില്ല, അത്രയും മഞ്ഞ്. ഇങ്ങനെ വെള്ളമെല്ലാം ഇങ്ങനെ ഉറ്റുന്നതായിട്ട് മഴ പെയ്ത പോലെ നല്ല രസമുണ്ടായിരുന്നു ഈ ഒരു ക്ലൈമറ്റ്. അപ്പോൾ വയനാട് വലിയ ചൂടൊന്നുമില്ല, നമ്മളെ നാട്ടിലെ പോലെ ഇങ്ങനെ വിസർത്തിട്ട് പോകുന്ന അങ്ങനത്തെ ഒരു ഇതൊന്നുമില്ല. നല്ല രസമുണ്ട്. രാവിലെ നല്ല തണുപ്പുണ്ട്, രാത്രി നല്ല തണുപ്പുണ്ട്, ഇടയിൽ ചെറിയ വെയിൽ. അതും നമ്മളെ നാട്ടിലെ പോലെ ചൂട് എടുത്തിട്ട് ചൊറിച്ചിലും ഇതൊന്നും പ്രശ്നമൊന്നുമില്ല. ആ ഒരു ബുദ്ധിമുട്ട് നമുക്ക് തോന്നുന്നില്ല. പോയെങ്കിൽ എത്ര നടന്നെങ്കിൽ ഇതാക്കിയെങ്കിൽ അങ്ങനെ ആ ഒരു ബുദ്ധിമുട്ട് തോന്നിയിട്ട് എനിക്ക് നല്ലൊരു ജീവിക്കാനെല്ലാം നല്ലൊരു ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലം. അത് കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ പോയിട്ട് തേഞ്ഞിട്ട് ഇപ്രാവശ്യം അങ്ങനെ പോയിട്ട് തേഞ്ഞിട്ടൊന്നുമില്ല. 2 ദിവസമല്ല, ഒരാഴ്ചയിലധികമെല്ലാം നിൽക്കണം, എന്നെങ്കിലേ നല്ല രസം ഉണ്ടാവും. അങ്ങനെ പിന്നെ രാവിലെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ചായ എല്ലാം കുടിച്ച് അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് കിച്ചണിൽ പോയിട്ട് നമുക്ക് സ്വന്തം ചായ എല്ലാം കുടിക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല, നമുക്ക് ഉണ്ടാക്കിയിട്ട് കുടിക്കാം. അപ്പോൾ പിന്നെ അന്ന് രാവിലെ എന്തെന്ന് പറഞ്ഞെങ്കിൽ പൊരിച്ച പത്തിരി അതെല്ലാം ഉണ്ടായിരുന്നു. പൊരിച്ച പത്തിരി,
വെള്ളയപ്പം മുട്ടക്കറി അങ്ങനത്തെ എല്ലാം ഉണ്ടായിന്. അപ്പോൾ അവിടുന്ന് എല്ലാം ഉണ്ടായിട്ട് അതെല്ലാം ചായ കുടിച്ചിട്ട് പിന്നെ അന്ന് നമ്മൾ വയലിലോട്ട് തിരിച്ചു വന്നു. വെള്ളിയാഴ്ച തിരിച്ച് 12 മണിയാകുമ്പോൾ തിരിച്ചു വന്ന് പിന്നെ മാനന്തവാടിയിൽ നിന്നൊരു പള്ളിയിൽ എല്ലാം ഇത് നിസ്കരിച്ചിട്ടായിട്ട് പിന്നെ നമ്മൾ എന്താക്കിയെന്ന് പറഞ്ഞെങ്കിൽ പഴശ്ശിരാജ ടോമ്പിൽ പോയിട്ടുണ്ടായിട്ട് കഴിഞ്ഞ പ്രാവശ്യം പോകണമെന്ന് വിചാരിച്ചിന്. അത് എന്തെന്ന് അറിയാലോ, നമുക്ക് പോയിട്ട് നോക്കാൻ വിചാരിച്ച്. പഴശ്ശിരാജാൻ്റെ ശവകുടീരം ചെറിയൊരു മ്യൂസിയം ഉണ്ട് അവിടെ. അപ്പോൾ അതും കഴിഞ്ഞിട്ടായിട്ട് നമ്മൾ മാനന്തവാടിയിൽ നിന്നെല്ലാം ഫുഡ് കഴിച്ച്. അപ്പോൾ മാനന്തവാടിയിൽ നിന്ന് പിന്നെ നമ്മൾ കണ്ണൂരിലേക്ക് ഇറങ്ങുന്നത്. അങ്ങനെ അവിടെ ബിരിയാണി മന്തിയെല്ലാം കഴിച്ചിട്ട് നല്ലൊരു ഹോട്ടൽ, നല്ല ഫുഡെല്ലാം നല്ല രസമുണ്ടായിന്. അപ്പോൾ അവിടെല്ലാം കഴിച്ചിട്ടായിട്ട് നമ്മൾ തിരിച്ച് വയലോട്ട് വരുമ്പോൾ കണ്ണൂരിൽ പഴശ്ശിരാജ ഡാമും പിന്നെ വലിയൊരു പാർക്കും ഉണ്ടായിന്. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു ഡാമുള്ളതും പാർക്കുള്ളതും അറിയുന്നത്. ഡാമുണ്ടതെന്ന് അറിഞ്ഞിട്ട് ഞാൻ ഇങ്ങനത്തെ ഒരു ചെറിയൊരു ഡാം, വലിയതല്ല. പിന്നെ അവിടെ നല്ല രസമുണ്ടായിന്, ഇങ്ങനെ വെള്ളമെല്ലാം പോകുന്നതും. പിന്നെ ആളുണ്ട്, നല്ല ആളുണ്ട്. ഇപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ടാണെന്തോ ആളും പിന്നെ എല്ലാം കളിക്കുന്നതെല്ലാം ഉണ്ട്. കുട്ടികൾക്ക് കളിക്കുന്നതെല്ലാം ഇതുണ്ടായിന്. പിന്നെ പെറ്റ് ഷോ ഉണ്ടായിന്, അതെല്ലാം ഉണ്ടായിന്. പിന്നെ ഫുഡ് എല്ലാത്തരം ഫുഡും ഉണ്ടാവില്ല, പിന്നെ എല്ലായിടത്തും ഇപ്പോൾ ഉണ്ടാവുമല്ലോ എല്ലാത്തരം ഫുഡും. അങ്ങനെയെല്ലാം ഉണ്ടായിന്. കുറേ നേരം ആടെ ഉണ്ടായിന്, മോന്തിയാവോളം മഗ്‌രിബോളം ആടെ തന്നെ ഉണ്ടായിന് ഞമ്മ. പിന്നെ നല്ല രസം, നല്ല തണുപ്പും എല്ലാം ആയിട്ട് പിന്നെ ഞമ്മ ആടുന്ന് മഗ്‌രിബിനെല്ലാം കഴിഞ്ഞ് പിന്നെ ഞമ്മ ആടുന്ന് തിരിച്ചു വന്നു. അപ്പോൾ ഈ ഒരു ഡാമാണത്. അത് വലിയ ഇതൊന്നുമല്ല, വെള്ളമൊന്നുമില്ല, അങ്ങനെ ചെറിയൊരു ഡാമെന്ന് തോന്നുന്നു. അങ്ങനെ അതും കഴിഞ്ഞിട്ട് ഞമ്മ തിരിച്ച് വരുമ്പോൾ പിന്നെ ഇവിടെ തളിപ്പറമ്പെന്ന് രാത്രി ഫുഡ് കഴിച്ചിട്ട് വന്നപ്പോൾ നമ്മൾ KFC രാത്രി തിന്നത്. മോളെ അന്ന് വെള്ളിയാഴ്ച റിസൾട്ട് വന്ന്, SLCൻ്റെ റിസൾട്ട് വന്ന്. അങ്ങനെ ഒന്ന് അവൾക്ക് KFC വേണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ എല്ലാവരും KFC എല്ലാം കഴിച്ച് അങ്ങനെ രാത്രി 10 മണിയാകുമ്പോൾ നമ്മൾ പൊരുക്കെത്തിന്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു വീഡിയോ ഇടാത്തതിന്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഈ ഒരു മാസവും എനിക്ക് ഈ ഒരു മെയിലും എനിക്ക് വീഡിയോ ഇടാൻ അങ്ങനെ കഴിയില്ല. പിന്നെ അതിന് ശേഷം കുറച്ച് ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് ഈ വീഡിയോയിൽ ഇട്ടിട്ടാണ്. ഞാൻ വന്ന് പിറ്റേ ദിവസം തന്നെ വയനാട്ടിൽ നിന്ന് വന്ന് പിറ്റേ ദിവസം തന്നെ ഓർഡർ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം ഇതിലിട്ടിട്ടാണ് നെക്സ്റ്റ് ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോയിൽ ഇടാം. അപ്പോൾ ഞാൻ ഇടയിൽ ഫ്രീ ആകുന്ന സമയത്ത് ഞാൻ ഓർഡർ എടുക്കുന്നുണ്ട്. അങ്ങനെ ഓർഡർ തീരെ എടുക്കാത്തതല്ല. പിന്നെ ഇടയിലെല്ലാം ഹസ്ബൻഡ് ഉണ്ട്, അതുകൊണ്ട് പിന്നെ അതെല്ലാം ഇൻഷാ അല്ലാഹ് എൻ്റെ മോന് UK പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം തിരക്കിലുണ്ട്. ഈ മാസം ലാസ്റ്റ് ആകുമ്പോൾ പോകുന്നത്. അപ്പോൾ അതിൻ്റെ എല്ലാം തിരക്കായതുകൊണ്ട് അങ്ങനെ ഇടാൻ പറ്റുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാൻ പറയാനുണ്ടെങ്കിലെല്ലാം കോൾ ചെയ്യുക, ഒക്കെ മെസ്സേജ് അയക്കുക. പിന്നെ എന്തെങ്കിലും ഓർഡർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിച്ചോ. പിന്നെ എനിക്ക് പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ ഓർഡർ നിങ്ങൾക്ക് ചെയ്തു തരും ഇൻഷാ അല്ലാഹ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ഇപ്പോൾ വ്യൂസ് എല്ലാം കുറച്ച് കുറഞ്ഞിന്. അപ്പോൾ എന്താ എൻ്റെ വീഡിയോ ഒക്കെ എന്തെങ്കിലും ഇതുണ്ടാ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ലേ, അതെല്ലാം കമൻറ്റിൽ നിങ്ങൾക്ക് പറയാം, എന്ത് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും വരാം. അതുവരെ ടാറ്റാ.